ഇരിക്കുന്നു. നേച്ചർ വാച്ച്. ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഞാനിപ്പോൾ എവിടെയാണെന്നറിയോ? നമ്മുടെ പരപ്പൻകോട് സെക്കൻഡ് ഹോമിൻ്റെ ചുറ്റുവട്ടത്തുണ്ട്. ഓക്കെ, ഞങ്ങളെല്ലാവരും കൂടി രാത്രി എത്തി. ഓക്കെ, വിശേഷങ്ങൾ പങ്കിടാം. ഓ അതെ, നോക്ക്, ഫ്രോഗ്. ഓടെ ഫ്രോഗ്. യെസ്, കമ്മിങ്. വാവ്, ഡക്ക്. എന്തൊക്കെയല്ലേ. Wow. What up, baby? Where are you going? എങ്ങോട്ട് പോണു? ഓക്കെ, മോർ കം, വിൽ സിറ്റ് ദർ. ഇഷ്ടം പോലെ സ്ഥലം മുഴുവൻ നടക്കാൻ. നോക്കൂ പിന്നെ ഫ്രോഗ്. ഓ നോ. ഫ്രോഗിനെ കണ്ട സന്തോഷത്തിലാണ്. ഇവിടെ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഓ അയ്യോ, കൊതു. ഇവിടെ വാട്ടറിങ് പ്ലാന്റ്സ് നോക്കട്ടെ. ഓ അപ്പോൾ പിന്നെ പിന്നാലെ നടക്കണം. ഓ ലയൺ. ചെമ്പരത്തി. ഓക്കെ, ഒരു പുതിയ വീട് വന്നു. ഇത് വേറെ ആരുടെയല്ല, പൂച്ചൻ്റെ കസിൻ്റെയാണ്. ഇതൊരു ഷോർട്ട് കട്ടുണ്ട് അപ്പം മീനയുടെ വീട്ടിലേക്ക് പോകാൻ. ഇതിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, നേരെ ഓപ്പോസിറ്റ് സൈഡിൽ. ഇതിങ്ങനെ നീളത്തിലാണ് ഈ ഒരു വീട്. ഇത് പൂച്ചൻ്റെ ഫാദറിൻ്റെ ബ്രദറിൻ്റെ മകനാണ് ഈ വീട് വെച്ച്. ഇത് വേറൊരു മകൻ വെച്ച വീടാണ്. ഇവരെല്ലാം ഇതൊരു കോളനി പോലെ ഡെവലപ്പ് ചെയ്യാൻ തോന്നുന്നു. ഫാമിലി പ്രോപ്പർട്ടിയിലെല്ലാവരും ഓരോ വീട് വയ്ക്കുകയാണ്. സോ അവരുടെ മാത്രം എക്സ്ക്ലൂസീവ് ഏരിയ. ഹോളിഡേ ഹോമാണ് കേട്ടോ. ആരും ഇവിടെ ഇല്ല, എല്ലാവരും സിറ്റിയിലാണ്. ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ താമസിക്കും. അപ്പോൾ ഒരു കുടുംബ സംഗമം പോലെ. ഓ, അപ്പൂപ്പൻ്റെ മോളും കൂടി നടന്നു പോവാണ് താഴോട്ട്. മീനാമ്മയുടെ വീട്ടിലോട്ട് പോവുക. കുടു ഈ ഒരു പ്രായമായിട്ട് ഇപ്പോഴാണ് ആദ്യമായിട്ട് വരുന്നത്. കുറച്ച് അറിയാറായിട്ട്. കുറച്ചുകൂടെ ചെറുതിൽ വരുമായിരുന്നു. ഷീ ഈസ് വെരി ഹാപ്പി. ഇത്രയും മുറ്റവും ആലോചിച്ചു ഹാപ്പി അല്ലേ. ഇവിടെയും റാബിറ്റ് നോക്ക് മോനെ. ഓക്കെ മോളൂ. ഓതാ ഡിയറിനെ നോക്ക് മോളോ. അയ്യോ ദാ പോണു. വെയിലാണ്. ഭയങ്കര വെയിൽ. പ്ലാന്റ്സ് ആട്ടോ, എല്ലാം ഫ്ലവറിങ് പ്ലാന്റ്സ്. ഹായ്, ഗുഡ് മോർണിംഗ് മീന. ഓ എല്ലാവരും അല്ല, ഞാൻ ഷാമി പുത്ത പുളി മുത്ത. ഓഹോ, ഇവിടെയൊക്കെ വെയിലാണല്ലോ ഈ സമയത്ത്. ആരിച്ചാതൊന്നുമല്ലല്ലോ, ഭയങ്കര നല്ല മണമെന്നാണ് പറയുന്നത് മീൻ. അമ്മേ, ആ നല്ല മണം കേട്ടോ. നിറയെ പോകും അല്ലേ. തൈ കിട്ടുമോ? ഇങ്ങനെ ഓരോരോ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി നടന്നു പോകുന്നു. ഇവിടെ ആരുമില്ല. അത് ചേട്ടൻ്റെയും ചേച്ചിയുടെയും വീട്. അവരെല്ലാം ഓസ്ട്രേലിയയിലാണ്, വന്നിട്ടില്ല ഇപ്പോൾ. ഇത് വീട് പേര് നാരായണി. മീനയുടെ വീടിൻ്റെ പേര് മാധവി. അമ്മമാരുടെ പേരാട്ടോ. ഇതെല്ലാം പൂച്ചേട്ടൻ്റെ അച്ഛൻ്റെ സിസ്റ്റേഴ്സാണ്, അവരുടെ മക്കളാണ് ഇതെല്ലാം. പൊടുവിനെ നോക്കൂ, ഹാപ്പി. പൊടു ഈസ് വെരി ഹാപ്പി. അപ്പോൾ പിന്നെ ഇവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ പറമ്പുണ്ടല്ലോ നടക്കാൻ. വെയിലായി, പക്ഷേ അതാണൊരു വിഷമം. ഓ, പുളി കഴിക്കാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് കേട്ടോ. നല്ല ഫ്രഷ് പുളി. എൻ്റെ അമ്മേ, ഇതാണ് മോർണിംഗ് സീൻസ്. ഓക്കെ, ഗോയിങ് ബാക്ക്. സ്മോൾ ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ. ഓ നോ. കുറേ ബട്ടർഫ്ലൈ കാണുവാണോ പൊടു? നമ്മുടെ കൈ വെട്ടിച്ചത് അബിയെ കണ്ടപ്പോൾ ആ കുട്ടിയുടെ കൈ പിടിച്ച് പോയിരിക്കാം. ഇതൊരു കസിൻ്റെ വീട്, ഇത് വേറൊരു കസിൻ ബ്രദറിൻ്റെ വീട്, പിന്നെ നമ്മുടെ വീട്, പിന്നെ താഴെ മീനയുടെയും മധുശേട്ടൻ്റെയും വീട്. ഇതെല്ലാം കൂടി ഒരു എൻക്ലോഷർ. പിന്നെ അവിടെ പ്രീതി ആൻഡ് എന്താ പറയുക പ്രദീപിൻ്റെ വീട്.
ഇത് ഓക്കെ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ രസകരമായ കാര്യം. ഇപ്പോൾ ഒരു സെപ്പറേറ്റ് ഷെഡ് ഉണ്ടാക്കി വാനിടാൻ. മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഇതേ നോക്കിയേ, ഇവിടെ ഒരു വലിയ ഷെഡ് ഉണ്ടായിരുന്നല്ലോ, നമ്മളിവിടെ ഇരുന്നല്ലേ കുക്ക് ചെയ്യുന്ന സമയത്ത്, ഓണ സമയത്തൊക്കെ ഇതായിരുന്നു ആ ഷെഡ്. അതെല്ലാം മാറ്റി. പിന്നെ അതിവിടെ ഫുൾ ഫ്ലോർ ടൈൽ ചെയ്തു. ആ ഡ്രൈവ് ഇൻ കംപ്ലീറ്റ് അവിടെ തൊട്ട് ഇവിടം വരെ ഇവിടെ കംപ്ലീറ്റ് നീറ്റാക്കി. പിന്നെ ആസ് യൂഷ്വൽ റബ്ബറിൻ്റെ ഏരിയ. ഇത് നമ്മുടെ വാൻ ഇടാനായിട്ടൊരു സ്പേസ് ഉണ്ടാക്കി. ഓക്കെ, അവിടെ ഇരുന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുക്ക് ചെയ്തത്. മറ്റേ തറയിലേക്കൊന്ന് കുക്ക് ചെയ്തല്ലോ, അടുപ്പ് കൂട്ടിയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലം. വാവ്, യു ലൈക്ക് ദിസ് പ്ലേസ് പുടു? യാ, ഇഷ്ടമായി? ഓക്കെ, നല്ലൊരു ചാമ്പയ്ക്കാമര. ഇതൊന്നും ഇപ്പോൾ കഴിച്ചിട്ടില്ല. പിന്നെ ഇവിടെ സപ്പോട്ട, ഇത് നമ്മുടെ ലവലോലിക്ക, ഓൾ സ്പൈസ്. സപ്പോട്ടയിൽ കുറച്ച് ചെറുതായിട്ട് കായെല്ലാം ഉണ്ട് കേട്ടോ. ഇത് വീണ്ടും ഒരു ജാമ്പ മരം. അത് മധുശ്വരൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ്. ഓക്കെ, പോടൂ. വാട്ട് ഫ്ലവർ? ഓ നൈസ്. മണക്കുന്നോ? മണമുണ്ടോ? കള്ള പറയുന്നത് നോക്കിയത് മണമില്ല. മോളുടെ സന്തോഷം നോക്കിയ പാവം കേട്ടോ. ഇത്രയും സ്ഥലം ഇങ്ങനെ നടക്കാൻ കിട്ടുന്നുണ്ടേ ഹാപ്പി. ഇതിനിവിടെ ബെഞ്ചൊക്കെ വന്നു. ഇതൊക്കെ പുതിയ കളക്ഷനാണ്. 2 സിംഹം, അതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഇവിടെ മറ്റേ മാന് ഇതൊക്കെ വെച്ചിരിക്കുന്നു തോന്നുന്നു. കോമഡി, കുഞ്ഞിനിഷ്ടമാവും. അവിടെ ഒരു പീക്കോക്ക്. ആ ഭാഗത്തേക്കൊക്കെ വെയിലായി. സിമെൻറ്റ് ബെഞ്ചിലിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കുന്നതായിരിക്കും. ബനാന കഴിക്കുന്ന കുഞ്ഞു എല്ലാ സ്കിന്ന് മാറ്റിയിട്ടേ കഴിക്കുള്ളൂ. കിച്ചണൊക്കെ നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. പുഴു ഇങ്ങനെ നടന്ന് ഇവിടെ എത്തി കേട്ടോ. ആ ഭാഗത്തുണ്ട്. ഓക്കെ, ഇതിപ്പോൾ കുറേ കൂടെ നീറ്റ് ആൻഡ് ക്ലീനായി. പിന്നെ എന്തൊക്കെ മാറ്റം വന്നത്? ഇതെങ്ങനെ ഒരു സ്റ്റെപ്സ് കെട്ടി ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് കയറാനായിട്ട്. അവിടെ കുറച്ച് വാഴ കൃഷിയൊക്കെ ആയി. ബൊഗെയിൻ വില്ല പൂത്ത് കിടക്കുന്നു. ഇത് കുറച്ചുകൂടി ഒതുങ്ങി വന്നിട്ടുണ്ട് ഈ ഭാഗം. ഓക്കെ, വിറകടുപ്പൊക്കെ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും സ്ഥലമൊക്കെ ഉണ്ട്. വിഷ്ണു എഴുന്നേറ്റു. പ്രോപ്പർട്ടി കാണാൻ നടക്കുക. വളം മൊത്തിയായോ? അയ്യോ, വീഴാൻ പോയി. അമ്മ വീഴാൻ പോയി. വെയിലായി. പ്രോപ്പർട്ടി കാണാനായിട്ട് അച്ഛൻ മോനെയും കൊണ്ട് നടക്കുവാണ്. പുഴുവിന് ഉടനെ വരണം. പുഴുവിനെയും കൂടെ കൊണ്ടുവന്നു. ഓ സി, മീൻ ഫിഷ്, ആമ്പൽപ്പൂ, മീനുണ്ട് പോന്നെ ഇവിടെ. ഫിഷ്. There's a fish. ഓ, അപ്പോൾ കിച്ചണിൽ കയറി. അതായത് എന്ത് വേണമെന്നാണ് ഇവിടെ. ഇപ്പോൾ ഇന്ന് അനിയെന്ന് പറഞ്ഞ് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ പൂച്ചൻ്റെ കാര്യസ്ഥൻ, പുള്ളിയുടെ വൈഫിൻ്റെ സിസ്റ്ററിൻ്റെ മോളുടെ കല്യാണമാണ്. അതുകൊണ്ട് അവരാരും ഇല്ല, സഹായികളില്ല. അത് കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ഞാനീ കുറേ നാൾ കഴിഞ്ഞ് വരുന്നതല്ലേ, അപ്പോൾ ഇവിടെ അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ പുട്ടുണ്ടാക്കാം അല്ലേ? അപ്പോൾ ഗോതമ്പ് പുട്ട് വേണോ അരിപ്പുട്ട് വേണോ എന്ന് തീരുമാനിക്കാം. പഴമുണ്ട്, എന്താണ് നമ്മുടെ പാളയംതോട്ടമുണ്ട്, പൂവമ്പഴവുമുണ്ട്. പഴം പുട്ട് ഓക്കെ. ചായ കോഫി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ തന്നെ കഴിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയുള്ള പ്ലാനിങ്. ഇത് പൂച്ചേൻ്റെ രാവിലത്തെ ഓട്സാണ്. ഇതാണ് വെറുമായിട്ട് കഴിക്കുന്ന ഒരു കാര്യം. രാവിലത്തെ ഒരു ബ്ലാക്ക് ടീ കഴിഞ്ഞാൽ റെഡി. ഇപ്പോൾ വിഷ്ണു പോയിരിക്കുകയാണ്. പുട്ടുപൊടി പിന്നെ ഗോതമ്പ് പൊടി എല്ലാം മേടിച്ചിട്ട് വരാൻ തീരുമാനിക്കാം. എന്നിട്ട് ഇവിടെ തൊട്ടപ്പുറത്തൊരു കടയുണ്ട്, അവിടെ പോയിരിക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഉച്ചയ്ക്ക് ലഞ്ച് അങ്ങനെ ഇലാബറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നില്ല. ഇത് പുടു കണ്ടില്ലെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ബഹളം തുടങ്ങും ഇതിൽ കയറാൻ. പിന്നെ ആടണം എന്ന് പറഞ്ഞിട്ട് സ്വിങ് എല്ലായിടത്തേക്കും ഔട്ട്സൈഡ് എൻട്രൻസ് കൊടുത്തിരിക്കുക. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഫാം ഹൗസ് വിശേഷങ്ങൾ അറിയുന്നില്ല. സമയം കിട്ടാഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പോൾ വന്നു. പക്ഷേ ഇത് പറ്റിയ സമയമല്ല, സമ്മർ. ഇത് ട്രിവാൻഡ്രത്തെക്കാട്ടി ചൂടാണ്. ഉച്ചയാക്കാവുമ്പോൾ ഭയങ്കര പാടാണ്. ബെഡ്റൂമിലൊക്കെ AC ഉണ്ട്, മെയിൻ റൂമിലൊന്നുമില്ല. ഇപ്പോഴേ വേർത്തോടെ. ഇത് പറ്റിയത് പറയാം, നല്ല either തണുപ്പ് സമയം അല്ലെങ്കിൽ റെയിനി സീസൺ ബെസ്റ്റ്. ഇപ്പോൾ സമയം ഒന്നും ആയിട്ടില്ല, ഒരു 8:30 ഒക്കെ ആയിട്ടുള്ളൂ. വെയിൽ നോക്കൂ, ഒരു രക്ഷയില്ലാത്ത വെയിലായി. ആ ബെഞ്ച് രസമുണ്ടല്ലേ, സിമെൻറ്റ് ബെഞ്ച്, നൈസ്. ഈവനിങ് ഒക്കെ ഇരിക്കുമ്പോൾ നല്ല രസമായിരിക്കും, ഏർലി മോർണിംഗ്. നമുക്ക് ചൂടെന്നൊക്കെ ദോഷം എപ്പോഴും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്.
പിന്നെ ഇങ്ങനെ കുറേ മുറ്റവും ചെടികളും ബട്ടർഫ്ലൈസും കിളികളും ഒക്കെ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ. അതൊരു നല്ല എക്സ്പോഷറാണ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം. നമ്മളല്ലെങ്കിൽ സിറ്റി ലൈഫ് മാത്രമാകുന്നതിനെക്കാട്ടിലും ഷീ ലൈക്സ് ദിസ്. ആട്ട വെച്ചിട്ടുണ്ടാക്കാൻ തീരുമാനമായി. ഓക്കെ, ചപ്പാത്തിയോ? പുട്ട് 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 പുട്ട്. പഴം വേണോ മോനെ? ഇതൊരു 3 കുറ്റി പുട്ട് ഒരേ സമയം ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം. ആക്ച്വലി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇന്നലെ രാത്രി എടുത്ത ഡിസിഷനാണ്. അപ്പോൾ പല കാര്യങ്ങളും മിസ്സിംഗ് ആണ്. ഇവിടെ കുക്കിംഗ് പൂച്ചേട്ടൻ മാത്രമാണെങ്കിൽ കുക്കിംഗ് ഇല്ല, പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിതൊന്ന് ഓർഗനൈസ് ചെയ്യാനായിട്ട് അനി എന്ന് പറഞ്ഞ ഒരു കാര്യസ്ഥൻ ചേട്ടനോട്, പുള്ളിക്കാരനാണ് സഹായിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം പുള്ളിക്കൊരു ഫാമിലി ഫംഗ്ഷൻ ആയതുകൊണ്ട് വരില്ല ഇന്ന്. അതുകൊണ്ട് രക്ഷയില്ല. വിഷ്ണുവാണ് പോയി മാവൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഇത് നോക്കിയാൽ പുട്ടിൻ്റെ പൊടി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുട്ടുപൊടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പുട്ടിൻ്റെ നമ്മുടെ എന്താ പറയുക, ഗോതമ്പ് പുട്ടിൻ്റെ മെത്തേഡ്. കുറച്ച് സ്റ്റിക്കി ആയിട്ട് കുഴയ്ക്കുക. അത് കഴിഞ്ഞിട്ട് മിക്സിയിൽ ഇച്ചിരി മാവും കൂടി ഇട്ടിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ നല്ല കണ്ടില്ലേ, കട്ടയില്ലാണ്ട് കിട്ടും. പിന്നെ തേങ്ങ സെറ്റ് ചെയ്ത് തേങ്ങയൊക്കെ മേടിച്ചു. തേങ്ങ ചിരകിയതൊക്കെ സെറ്റാണ്. പിന്നെ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഏത്തപ്പഴം കുറച്ച് ശർക്കര ഇട്ടിട്ട് ഒന്ന് ചെണ്ടമുറി ഉണ്ടാക്കാം. അപ്പോൾ നല്ലതല്ലേ കോമ്പിനേഷൻ. ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന പരിപാടികളാണ്. ഉച്ചയ്ക്കുള്ള ലഞ്ചിനും കൂടി നടക്കും തോന്നില്ല. അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങും. ഓക്കെ, ഇത് ഉള്ള സംവിധാനങ്ങളിൽ ചെയ്യുന്നു. നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും കുറേ കൂടുതൽ തേങ്ങ ഇടാം. മോളെ പുടുവിനെ അപ്പൂപ്പനെ എല്ലാം കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുന്നു ഇവിടെ. പരപ്പംകൂട് എന്നുള്ള പിപ്പിക്കൂടെന്നാണ് പറയുന്ന ആൾ. തേങ്ങ എനിക്ക് തോന്നുന്നു പൂച്ചേട്ടന് അത്ര ഒരുപാട് തേങ്ങ ഇടുന്ന ഇഷ്ടമില്ല. കറണ്ട് പോയി വീണ്ടും. നല്ല കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നു വരുന്നു. ഇത് നാച്ചുറൽ ലൈറ്റാണ്, മറ്റേ ട്യൂബ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലായിരുന്നു. മൂന്ന് കുറ്റിപ്പുട്ടും സെറ്റ്. എന്തൊക്കെയോ കാണിക്കുവാണ്. നല്ല ചൂട് കേട്ടോ. ഇറ്റ്സ് വെരി ഹോട്ട് ഔട്ട്സൈഡ്. അതകത്തേക്കും വരുന്നുണ്ട് ചൂട്. ഇന്ന് ക്യാമറാമാനൊന്നുമില്ല, സെൽഫ് ഷൂട്ടാണ്. നമ്മൾ സത്യം ഒരുപാട് നാളെ കേട്ടോ പെരുപ്പംകൂട് വന്നിട്ട് ഇവിടെ ഫാം ഹൗസിൽ. പൂച്ചേട്ടൻ എല്ലാ വീക്കെൻഡും വരും. കുറച്ച് നേരം ആവി കയറി കഴിഞ്ഞാൽ പുട്ട് റെഡി. അനുക്കുട്ടി, യെസ്, അനുക്കുട്ടി ലൈവായി കഴിഞ്ഞു. നമ്മളെല്ലാം ഇത് നാച്ചുറൽ ലൈറ്റിൽ കുഴപ്പമില്ലല്ലോ. ട്യൂബ് ലൈറ്റ് ആയപ്പോൾ കുറച്ച് ഭയങ്കരമായിട്ട് ബ്ലൂ കയറി കിടക്കുന്ന ആ ഒരു കളർ സ്കീം. നമ്മുടെ ക്വിക്ക് പരിപാടി, ഗോതമ്പ് പുട്ട് ഏത്തപ്പഴം ഉണ്ടാക്കാം. ഓക്കെ, ഇനി ചെണ്ടമുറിയനും കൂടി ഉണ്ടാക്കിയാൽ പെർഫെക്റ്റ്. ഇത് ഒരു മേക്കപ്പും ഇല്ല, ഒന്നുമില്ല, നോട്ട് ഈവൻ ലിപ്സ്റ്റിക്. വേർത്ത് ചെറിയ കിച്ചൺ ആയതുകൊണ്ട് എല്ലാം കോമ്പാക്റ്റാണ്. നമുക്ക് ഇതിനകത്ത് നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നടക്കും. ഇത് നല്ലതാണ്, എനിക്കിഷ്ടമാണ്. ഒരല്പം വെള്ളം ഒഴിച്ചിട്ട്, ഫിൽറ്റർ വാട്ടറാണ്, കുറച്ച് വെള്ളം ഒഴിച്ചു. അടുപ്പ് കത്തിക്കാം. ഇവിടെ തീപ്പെട്ടിയല്ല, ലൈറ്റർ. ഇവിടെ പൂച്ചേട്ടൻ ആകപ്പാടെ ചായ കോഫി അങ്ങനത്തെ കാര്യങ്ങൾ കട്ടനിടും. വേറൊന്നും ഉണ്ടാക്കാറില്ലല്ലോ. എല്ലാം മറ്റേ ആൻറ്റി മേടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ താഴെ മീനയുടെ അവിടെ നിന്ന് കൊടുത്തു വിടും. ഇതാണ് ഇവിടെ വരുമ്പോൾ ഉള്ള ദിനചര്യ. ഈ പാത്രമൊക്കെ ഉണ്ടോ? ഇത് പൂച്ചേട്ടൻ്റെ അമ്മ പണ്ട് റഷ്യയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന കുറേ നല്ല കിടിലം സ്റ്റീൽ പാത്രങ്ങളാണ്. അത് ഇവരുടെയൊക്കെ സ്ഥിരം പ്ലേറ്റ്സ്. ഏത് രാജ്യമെന്ന് എനിക്ക് ഓർമ്മയില്ല, ചോദിക്കും. ഏതാണ്ട് 60-65 വർഷം മുന്നേ ഉള്ള കാര്യങ്ങൾ. യെസ്, എല്ലാവരും ഉണ്ടല്ലോ ഇപ്പോൾ. ഞാൻ പറയായിരുന്നു ഇവിടെ ഒരു സംവിധാനവും ഇല്ലല്ലോ. നമ്മളിവിടെ കുക്കിംഗ് ഇല്ലാത്തതുകൊണ്ട്. അച്ഛനൊന്നും കുക്കിങ്ങില്ല, ചായ മാത്രമല്ലേ ഉണ്ടാക്കുള്ളൂ. ഓട്സ് പാത്രം കഴുകലും കുക്കിങ്ങും എല്ലാം ഒരേ സമയം നടക്കും. നല്ല മണം വരുന്നുണ്ട്, പുട്ടിൻ്റെ മണം. ആവി കയറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നല്ലൊരു ഗോതമ്പ് പുട്ടിൻ്റെ മണം. യെസ്, റോളർ തപ്പി നടക്കാനും ശർക്കര പൊട്ടിക്കാൻ. ഓക്കെ, ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല.
ഞാനൊരു ഇംപ്രവൈസേഷൻ പോലെ ഒന്ന് നോക്കിയാൽ കുറച്ച് തേങ്ങാപ്പാൽ ബാക്കി വന്ന തേങ്ങാപ്പാലാക്കി നമ്മുടെ ചെണ്ടമുറിയിലേക്ക് ഒഴിക്കും. ഓക്കെ, അറ്റ് എ ടൈം നമുക്ക് 3 പുട്ട് കിട്ടും. നീറ്റ് 3 കുറ്റി. ദിസ് ഈസ് ഗെറ്റിംഗ് റെഡി. ശർക്കര സെറ്റായോ? പൊടുവിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ എന്തെടുത്താലും അത് പൊടുവിന് വേണം. പൊടു പറയും മൈൻ എന്ന് എടുത്തു. അപ്പോൾ ശർക്കര അതിൻ്റെ വെളിയിൽ കൊണ്ടുപോയി തട്ടി പൊട്ടിക്കുമായിരുന്നു നമ്മുടെ ചപ്പാത്തി പോലും വെച്ച്. പൊടു എടുത്തോണ്ട് പോയി വാർത്ത നിൽക്കുന്ന കേട്ടോ. ഒട്ടും ചൂട് ഇവിടെ ഭയങ്കര എക്സ്ട്രാ കൂടുതലാണ്. ഓക്കെ, ഇനി കഷ്ടപ്പെട്ട് അവിടെ നിന്ന് പൊടുവിനെ തട്ടി പറിച്ചുകൊണ്ട് വരണം. ശർക്കര ആവശ്യത്തിനുള്ള ശർക്കര ഇടാം. ആ ശർക്കരയുടെ പൗഡർ ഫോമിൽ ഇപ്പോൾ കിട്ടുമല്ലോ, അത് മേടിച്ചാൽ മതിയായിരുന്നു. ഇവിടെ അത് കിട്ടിയിട്ടില്ലായിരുന്നു എനിക്ക് തോന്നുന്നത്. പഴം നന്നായി വെന്തിട്ടുണ്ടേ, കുഴയുന്ന രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ബെറ്റർ. തീ ഉറയ്ക്കുന്നു. ഇനി ശർക്കര അതും കൂടി അലിഞ്ഞ് എല്ലാം കൂടി ഒന്ന് സെറ്റാണ്. വീണ്ടും തേങ്ങാപ്പാൽ ലാസ്റ്റ് ഒഴിക്കും. കുറച്ച് ആയിക്കോട്ടെ. ശർക്കരയൊക്കെ മെൽറ്റ് ചെയ്ത് ഇങ്ങനെ ഇതിൻ്റെ കൂടെ നല്ലതായിട്ടൊന്ന് ബൈൻഡായി കുറച്ചുകൂടെ ഒന്ന് കുറുകണം. അന്നേരം തേങ്ങാപ്പാൽ ഒഴിക്കും. ഇത് ടിപ്പിക്കൽ ചെണ്ടമുറിയനല്ല. ചെണ്ടമുറിയനിൽ തേങ്ങാപ്പാൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഞാൻ ഒഴിക്കുന്നു. പിന്നെ ഇതിലൊരു കുറവുണ്ട് കേട്ടോ, ഏലക്കാപ്പൊടി ഇവിടെ ഇല്ല, ഏലക്കയില്ല. അപ്പം ഞാൻ വിളിച്ചു ഇനി അതും കൂടി മേടിക്കണ്ടേ? വേണ്ട, ഞാൻ മറന്നുപോയായിരുന്നു. സോ ഒന്നും വീട്ടിൽ നിന്ന് ഒരു സാധനം കൊണ്ടുവരാൻ പറ്റിയില്ല. ഞാനൊരു ഷൂട്ട് കഴിഞ്ഞ് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വന്ന വഴിക്ക് രാത്രി ഒരു 10:45 അപ്പോൾ ഇവരെല്ലാം റെഡിയായി നിന്നു. അപ്പോൾ രാത്രി തന്നെ പോകാൻ ഒരു 11:30 ഇവിടെ എത്തിയത്. അല്ല, 11:30 അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ എത്തിയപ്പോൾ 12 മണിയായി. ഒന്നും എടുക്കാൻ പറ്റിയില്ല. നത്തിങ്, നോ പ്രൊവിഷൻസ്, നോ പച്ചക്കറി, നത്തിങ്. ഒരു തയ്യാറെടുപ്പില്ലാതെ 2 ഉടുപ്പ് മാത്രം എടുത്തിട്ട് വന്നു. മധുരമൊക്കെ കറക്റ്റാണ്. ഇത് തേങ്ങാപ്പാൽ വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ഡൈല്യൂട്ട് ആവുമല്ലോ. ഒന്നുകൂടി ഒന്ന് വറണ്ടോട്ടെ, കുറച്ചുകൂടി ഒന്ന് വരണ്ട് വരട്ടെ. അപ്പോൾ നല്ല ശർക്കര കഷ്ണങ്ങളിൽ പിടിക്കും. അതിന് ഏലക്കയില്ല. പിന്നെ അമ്മ അതുപോലെ ഇതിൽ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോകുന്നു പ്ലാനിങ്ങിൽ. ഓക്കെ, പുട്ട് റെഡി ചെയ്തു. പുട്ടിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. എത്തി ഓഫ് ചെയ്യട്ടെ. പുട്ട് കുറ്റിയിൽ നിന്നും കുത്തിയിടാം. കുട്ടി പുട്ടാണ്. അത് 3 ഡിവിഷനിലാണ് ചെയ്തിരിക്കുന്നത്. നിറയെ തേങ്ങ. അച്ഛന് അത്ര തേങ്ങ ഇഷ്ടമല്ല, അപ്പോൾ ആ തേങ്ങ ഇല്ലാത്ത ഭാഗം എടുക്കാമല്ലോ. ചെറിയ പുട്ട്, സ്മോൾ അത് കുറച്ച് വലുതായിപ്പോയി. ബാക്കി 3 ഡിവിഷൻ, ആദ്യത്തെ മാത്രം 2 ഓക്കെ. നമുക്ക് ധാരാളം ആവി പറക്കുന്ന പുട്ട് ദഹന ടേബിൾ. അടുത്ത കാര്യവും റെഡി ഓൾമോസ്റ്റ്. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. ഇത് തിക്കല്ല, കുറച്ച് ലൂസായിട്ട് കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി അത് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ പുട്ടിൽ ഒഴിച്ച് കഴിക്കാമല്ലോ. നന്നായിട്ട് തിളക്കട്ടെ. തിളച്ച് ഒന്നുകൂടി ഒന്ന് കോരി ഒഴിച്ചിട്ട് കഴിക്കാൻ പറ്റും. ലാസ്റ്റ് പാർട്ട് കുറച്ച് നെയ്യ്. ടേസ്റ്റ് ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇതിന് കുറേ കൂടെ വേണമെങ്കിൽ വറ്റിച്ച് കുറുക്കിയെടുക്കാം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഇല്ലാണ്ട് തന്നെ വറട്ടിയെടുക്കാം. ശരി, ഞാനൊരു മാനുവൽ ചെയ്താണ്. ഇതിങ്ങനെ ഒഴിച്ചിട്ട് വേറെ കറിയൊന്നുമില്ലല്ലോ, പക്ഷേ ഇതാകുമ്പോൾ നല്ലതായിരിക്കും പുട്ടിന്. തീ ഓഫ് ചെയ്യൊക്കെ. ആദ്യ വളം.
പൊതിച്ചോറ്. നമ്മളെല്ലാവരും ഇന്ന് ഫുഡ് പുറത്തുനിന്നാണ്. ഓക്കെ, പൊതിച്ചോറിലാണ്. ഏത് കടയുടെ പേര് പറയും? രാജാ തട്ടുകട ഫേമസ് കടയാണ്. അവിടെ നിന്ന് നോൺ വെജ് ഭയങ്കര ഫേമസ് ആണ്. പൊതിച്ചോറാണ് വെച്ചിരിക്കുന്നത് എല്ലാവർക്കും. അതിനകത്ത് കറികളൊക്കെ ഉണ്ട്. എക്സ്ട്രാ വാങ്ങിച്ചത് കൊഞ്ച് ഫ്രൈ, കപ്പ, നെമ്മീൻ ഫ്രൈ, ഇത് മുള്ളുകറി, അതായത് നമ്മുടെ നെമ്മീൻ്റെ തന്നെയല്ലേ, നെമ്മീൻ്റെ മുള്ളുകറി, സാമ്പാർ, അത് ചോറിൻ്റെ കൂടെ കിട്ടുന്നതാണ്, പരിപ്പ്, പുളിശ്ശേരി, മോര്, ഇത് നമ്മുടെ മുട്ട, മീൻ മുട്ട ഫ്രൈ, നെത്തോലി, വിഷ്ണു സ്പെഷ്യൽ. ഓക്കെ, എല്ലാ കാര്യങ്ങളുമായി. പിന്നെ പപ്പടമുണ്ട്. എല്ലാവർക്കും ഒരേ കറികൾ തന്നെയാണ്. അതിനകത്ത് കപ്പ, ഇത് കപ്പ എക്സ്ട്രാ നമ്മൾ വാങ്ങിച്ചാണ്, കപ്പ അല്ലാതെ വാങ്ങിച്ചാണ് അഡീഷണലായിട്ട്. ഇത് എക്സ്ട്രാ പറഞ്ഞിരുന്നു. നമ്മൾ ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് അവർ പാർസൽ എടുത്ത് വെച്ചിട്ടാണ് പോയി എടുത്തിട്ട് വന്നത്. ഇതെന്തായിരുന്നു? ചമ്മന്തി കൂടെ വെച്ച് തന്നോ? ഞാൻ ചുമ്മാ പറഞ്ഞേ ചമ്മന്തി കാണുമെന്ന്. സാധാരണ കാണാറില്ല, മാഡത്തിന് വേണമെങ്കിൽ വെച്ച് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് കണ്ടിട്ട് ആൾക്കാർ പൊതിച്ചോറ് വാങ്ങുമ്പോൾ അതിൽ ചിലപ്പോൾ കാണണമെന്നില്ല. അയ്യോ, ഇതെടുത്തില്ലല്ലോ, കറിയാണ് നോക്കാൻ ഏതൊക്കെയാണ്. എല്ലാവരും ഒരേ സമയം പൊതി അഴിച്ചു കഴിഞ്ഞു. യെസ്, ഇതൊരു സ്പെഷ്യൽ അനുഭവമാണല്ലോ പൊതിച്ചോറ് കഴിക്കാൻ. തോരൻ, ബീൻസാണ് തോന്നുന്നു തോരൻ, അച്ചാറ്, യെസ് അവിയൽ, ഇലയിൽ പൊതിഞ്ഞിട്ടാണ് എല്ലാം വരുന്നത്. അവിയൽ. ഗ്യാസിൻ്റെ ഇഷ്യൂ ഇല്ല, എല്ലാം വിറകടുപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ എന്താണ് LPGയുടെ ഇഷ്യൂ അവരെ ബാധിച്ചിട്ടില്ല. തനി നാടൻ. ഇതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റാണ് അവരുടെ ഈ മുള്ളുകറി അല്ലേ. ബോജേൻ്റെ ഒരു പ്രധാന ആശ്രയമാണല്ലേ രാജ് തട്ടുകട. ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയത്ത് വീക്കെൻഡ് അവിടെ നിന്ന് വരുത്തും അല്ലെങ്കിൽ പോവും, അങ്ങനെയൊക്കെയാണ്. അനിക്കുട്ടിയുടെ മീൻ മുട്ട, അതിവിടെ വിഷ്ണു എന്താ പറഞ്ഞേ? നാഗരിച്ചല്ലേ. ഇഷ്ടമുള്ള രണ്ടുപേരുണ്ട്, ഞാനും അനിക്കുട്ടി. വളരെ സമാധാനപരമായിട്ടിരുന്ന് കഴിക്കുന്നു, ഒരു അനക്കമില്ല. എല്ലാവരും കഴിക്കുന്നതിൻ്റെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിക്കുന്നു. ഓക്കെ, അതെ, ഇത് എൻ്റെ പൊതി, ദിസ് ഇസ് മൈ പൊതി. പുടുവിന് അവിടെ പോയെന്ന് വെച്ചാൽ പുടു ഉറങ്ങി. പുടു സാധാരണയായിട്ട് ഈ സമയത്ത് ഉറങ്ങാറില്ല, ഉച്ചയ്ക്ക് ഉറങ്ങുന്നത് നല്ലതാണ്. പക്ഷെ ഇന്ന് പതിവില്ലാതെ കുറേ ഓട്ടം ചാട്ടം ഇവിടെ കിടന്ന് കറങ്ങിയില്ല, കൊണ്ടൊന്ന് ഉറങ്ങിയിട്ടുണ്ട്, ഒന്ന് ചെറുതായിട്ട് മയങ്ങുന്നു. ആ സമയം കൊണ്ട് നമ്മൾ കഴിക്കും. ഓക്കെ, പുടു വന്നിട്ട് പുടുവിന് കൊടുക്കും. ഓക്കെ, അതെ, നല്ല രസമുണ്ടല്ലേ പൊതിച്ചോറ് കഴിക്കും. ഫ്രീ ആയിട്ടല്ല, പൈസ കൊടുത്താണ് മേടിച്ചത്, എന്നാലും അവരുണ്ടാക്കി വെച്ചതോട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നല്ല പൈസയായി, അത് വേറെ കാര്യം. നോൺ വെജിനൊക്കെ എത്രയായി? 1775 ഊണാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല നോൺ വെജ് കഴിക്കണമെങ്കിൽ പൈസ കൊടുക്കണമല്ലോ, അതിന് കുറ്റം പറയാൻ പറ്റില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള സീ ഫുഡിനൊക്കെ ഇപ്പോൾ നല്ല വിലയല്ലേ. അപ്പോൾ എനിക്ക് അവർ ചമ്മന്തി ഒന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. എൻ്റെ ഒരു കുറപ്പ്, എനിക്ക് ഇഷ്ടമല്ലാത്തത് ഈ വൈറ്റ് റൈസ്, ഇത് സുലേഖ ജയ അങ്ങനത്തെയാണ്. ഞാൻ ചമ്പാവരിയുടെ ആളാണ്, അത് മാത്രമേ ഉള്ളൂ പ്രോബ്ലം. ഇത്ര ചോറൊന്നും കഴിക്കാൻ പറ്റില്ല. യെസ് അല്ലേ, കുറച്ച് മാറ്റിയിട്ട് കഴിച്ചാൽ വേസ്റ്റ് ആവില്ല. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനും കഴിക്കാൻ പോകുന്നു. ഞാൻ ഇച്ചിരി റൈസ് അതിൽ നിന്ന് മാറ്റാൻ പോവാണേ. ഇത്ര വെറുതെ വേസ്റ്റ് ചെയ്യാറില്ല. എന്ത് വെയിലാന്നൊക്കെ പുറത്ത്, ഒരു രക്ഷയില്ല. ടു ഹോട്ട് ഔട്ട് സൈഡ്. അപ്പോൾ നമ്മുടെ പെരപ്പങ്കോട്, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഫാം ഹൗസ് ജീവിതം പുരോഗമിക്കുന്നു. ഇതാണ് ഇവിടുത്തെ എൻജോയ്മെൻറ്റ്. ഇപ്പോൾ ഇവിടെ എല്ലാവരും പറയുന്ന ഒരു അഭിപ്രായം എന്താണ് വിഷ്ണു? ഇവിടെ ഉറങ്ങാൻ നല്ല, അതിന് രാവിലെ തൊട്ട് ഉറങ്ങിയിരിക്കുന്നു. എല്ലാവരും ഉറക്കം സ്പെഷ്യലിസ്റ്റുകളായി കഴിഞ്ഞു. ഇവിടെ ഏറ്റവും സന്തോഷം ഉറങ്ങാനാണ്. എൻ്റെ ഫുഡ് ഇത് പുളിഞ്ചിക്കയാണ് കേട്ടോ. എന്നിട്ട് പുളിഞ്ചിക്ക, അതിനെന്താ പറയുന്നത്, മറ്റേ ഇലിമ്പാമ്പുളി, അച്ചാറ്. ഓ അടിപൊളി. ചമ്മന്തി നോക്കട്ടെ അവരുടെ. പൊതിച്ചോറ്, ചമ്മന്തി, ഇതൊക്കെ ഒരു ഭയങ്കര നോസ്റ്റു സാധനങ്ങളാണ്. നെമ്മീൻ്റെ ഇത് നെമ്മീനെല്ലാം ഭയങ്കര ഫ്രഷ്. അതായത് 5 പേരുടെ ഫുഡാണ് നമ്മൾ 1770 ആയിരിക്കും. മൊബൈൽ നോൺ വെജ് ഉണ്ട്, സീ ഫുഡ് ഐറ്റംസ് ആണ്. ഒരാൾക്ക് ഒരു പ്ലേറ്റ് നെമ്മീൻ, 2 മുട്ട, നെത്തോലി, മുള്ളുകറി, പിന്നെ നെമ്മീൻ ഫ്രൈ, കൊഞ്ച്. ഉച്ചയൂണ് കഴിഞ്ഞ് ഒരു മയക്കമാകാം. ബെഡ്റൂം, ഇനി എല്ലാവരുടെയും സ്ലീപ്പിംഗ് ടൈം. എല്ലാവരും ഉറങ്ങാമോ? ഒരുറക്കമെല്ലാം കഴിഞ്ഞു, ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങി കേട്ടോ. നല്ല സീ ഫുഡ് ലഞ്ചൊക്കെ കഴിച്ച് തളർന്ന് ഉറങ്ങി. എഴുന്നേറ്റ് മേലെല്ലാം കഴുകി ഡ്രസ്സൊക്കെ മാറി.
കുടുംബങ്ങളും ഒക്കെ എല്ലാം ഡ്രസ്സെല്ലാം മാറി. ഓക്കെ, ഇനിയിപ്പോൾ എന്താ പരിപാടി? അവിടെ പുറത്ത് ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൂപ്പനും മോളും അതിനെക്കുട്ടി എല്ലാവരും ഉണ്ട് അവിടെ പുറത്ത്. ഇനി മീനയൊക്കെ ചിലപ്പം വെള്ളം കയറി വരും എന്ന് പറഞ്ഞു. വൈകുന്നേരം രാവിലെ അവരില്ലായിരുന്നു അവിടെ ഉച്ച വരെ. ഒരു കല്യാണത്തിന് പോയിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. എൻ്റെ കണ്ണാടി പുറത്ത് റൂമിലാണേ, അതുകൊണ്ട് എനിക്ക് കണ്ണാടിയില്ല. ഓചേട്ടൻ പറയാം ഇവിടെ അടുത്തൊരു കടയുണ്ട്, അവിടെ നല്ല പഴംപൊരിയും പലഹാരങ്ങളൊക്കെ കിട്ടും, പോയി മേടിച്ചുകൊണ്ട് വരട്ടെ എന്ന് ചോദിച്ചാൽ കൊള്ളായിരുന്നു. അപ്പോൾ ചായപ്പലഹാരങ്ങൾ കിട്ടുമെന്ന് തോന്നുന്നു. എന്തായാലും കംപ്ലീറ്റ്ലി റിലാക്സിങ് ആണ് കേട്ടോ, ഇവിടെ തകർപ്പാണ്. ഉറങ്ങുക എന്നുള്ളത് ഏറ്റവും സുഖമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. എന്തായാലും പുറത്തേക്ക് ഇറങ്ങാം. ഹലോ പറയൂ മൈക്കിൾ. ഹലോ. Twinkle, twinkle. Mama is crying. Don't cry. Okay. Say hello. Twinkle, twinkle, twinkle. Johnny, Johnny. Yes, Papa. Oh no, not so close. Hello, hello. Twinkle, twinkle. Oh, പോടോ, അത് ചീത്തയായി പോവും. നോ അല്ല, യെസ്, അത് പൊളിക്കും മിക്കവാറും ഇപ്പോൾ. ഓക്കെ. അപ്പൂപ്പൻ്റെ ബൈക്ക്. അപ്പൂപ്പനും എല്ലാവരും പുറത്തോട്ട് പോയി. അപ്പൂപ്പ ഇവിടെ ഇല്ലല്ലോ. അയ്യോ പുടു അറിയാതെ പൊങ്ങിയതാ. പഴംപൊരിയും എല്ലാം വാങ്ങാനായിട്ടുള്ള യാത്രയിലാണ്. പുറത്ത് പോയി തിരിച്ചു വരും. എപ്പോഴും വെയിലുണ്ട്. ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാം. സമയം 4:30 കഴിഞ്ഞു, 5 മണിയാവട്ടെ. ഓക്കെ. അപ്പൂപ്പ പാപ്പ ഒരു 3 പേരും കൂടിയാണ് മുങ്ങിയ. പാപ്പൂപ്പ, അനുക്കുട്ടി ആൻഡ് യെസ്, അമ്മി വെൽക്കം. ഇപ്പൊ വരും എടാ. മോളെ നോക്കൂ, ഇതാരാ വന്നെന്ന്. ഇതാണ് അനി അപ്പൂപ്പൻ. ഓക്കെ. എടോ സേ ഹലോ. ഹലോ ഹലോ. അനി ഇല്ലായിരുന്നു, ഇപ്പൊ വൈകുന്നേരം വന്നേ. നമ്മുടെ സ്ഥിരം സഹായിയാണ് പോലീസുകാരെ കാര്യസ്ഥരനി. പുള്ളി ഇപ്പോൾ വന്നു. കല്യാണം ഇതല്ല, ഇനി വൈകുന്നേരം അവർക്ക് വീണ്ടും റിസപ്ഷൻ ഉണ്ട്, തിരിച്ചു പോകും. നമ്മളെ കാണാൻ വേണ്ടി വന്നു. കൊതു അടിച്ചു എന്നാ പറയുന്നത്. അതാണ് ഇതെന്താണ് ഇത് ഇവിടുത്തെ സപ്പോർട്ടാ. സപ്പോർട്ടെന്നല്ലേ പറഞ്ഞത് ചിക്കുവിന്. ചിക്കു. ഓക്കെ, ചിക്കുന് അദ്ദേഹം കൊണ്ട് ഒളിപ്പിച്ച് വെച്ച് ഇതെല്ലാം ഒരു കുടത്തിനകത്ത്. അയ്യോ തരാം, I'll give you. ഓക്കെ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സപ്പോർട്ടാ. നല്ലത്, ഒരു പൊല്യൂഷനും ഇല്ല. അത് തന്നെ, വളമൊന്നും ഇല്ലാണ്ട് നാച്ചുറൽ. എനിക്ക് ഭാഗ്യമുണ്ട്. അതിൻ്റെ ഒരു ബ്രാഞ്ച് മുറിച്ച് കളഞ്ഞപ്പോഴാണ് അതിൻ്റെ കായ്ഫലം കുറഞ്ഞു. ഇത് ഉണ്ടായിരുന്ന ഒരെണ്ണം അവിടെ കുറെ കുടങ്ങളുണ്ട്, അതിനകത്ത് ഏതോ ഒന്നിൽ ഇട്ട് വെച്ചു. മുഴുവൻ ഇഷ്ടമായില്ല, മുഴുവൻ കഴിക്കില്ല. ഇങ്ങനത്തെ പലഹാരങ്ങൾ ഒരു ഇത് കഴിച്ചു, സുഖിയനും ചായയും. ഓ, ഇവിടുത്തെ നല്ലൊരു കടയാന്നാ പറയുന്നത്. സ്പെഷ്യൽ. എനിക്ക് പൊതുവേ ഇതൊക്കെ വലിയ ഇഷ്ടമുള്ളതാണ്. ഇതാണ് ട്രിവാൻഡ്രം സ്പെഷ്യൽ. എല്ലാ സ്ഥലത്തും ഉള്ള സാധനമാണ്. എന്താ പറയുന്നത്, പഴക്കേക്ക്. ദിസ് ഈസ് സുഖിയൻ. ചായ ഇടട്ടെ. ദിസ് ഈസ് പഴംപൊരി. പരിപ്പോടെ ഒരു കുറവുണ്ടല്ലേ? പരിപ്പോടെ ഇച്ചിരി ഓയിൽ കണ്ടറിയാം. ഓയിൽ കുടിച്ചിരിക്കുന്നു ഭയങ്കരമായിട്ട്. നോ രക്ഷ. ഓക്കെ, അപ്പോൾ ചായ ഓക്കെ പോടോ. അമ്മി ടീന്ന് അമ്മ ടീ. നല്ല ഹൈ ക്വാളിറ്റി തേയിലാന്ന് വെച്ചു പറഞ്ഞു. സൂപ്പർ ചായ. കളറ് കാണുമ്പോൾ അറിയാം. ഞാൻ ചായ കുടിക്കാത്ത ആളാണെങ്കിലും ചായ ഉണ്ടാക്കുന്നു.
ചായ അടി ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ പഞ്ചസാര ഇടാണ്ട് ചെയ്തു. 2 പേർക്ക് പഞ്ചസാര വേണം, ഒരാൾക്ക് പഞ്ചസാര പുരുഷന് പഞ്ചസാര വേണ്ട. അപ്പോൾ വേണമെന്നുള്ള കപ്പിൽ പഞ്ചസാര ഇട്ട് വെച്ചു. ഓക്കെ ഹായ് ഹായ് പറഞ്ഞോളൂ. താങ്ക് യു ചായ ഇല്ല. സുഖിന്റെ അകത്തും ഉണ്ടായിരുന്നു കപ്പലണ്ടി. ചില സ്ഥലത്ത് ഓരോ നാട്ടിൽ പുറങ്ങളിൽ ഓരോ ഡിഫറൻസ്. ഏറ്റവും സന്തോഷിക്കുന്ന ആളാരാന്നറിയോ? പുടു. അയ്യോ, പുടുമോൾ ഇങ്ങനെ ഇത്രയും സ്ഥലം കിട്ടിയതിൻ്റെ ഒരു സന്തോഷമാണ് നടക്കാൻ ഓടാൻ. വിഷ്ണുവിന് പറഞ്ഞു കൊടുക്കണം ഇതാണ് പ്രോപ്പർട്ടി, അതാണ് പ്രോപ്പർട്ടി. ഇഷ്ടം വെറുതെ ചോദിക്കുന്നതാണ്, എന്നിട്ടൊന്നും ഓർമ്മയിൽ നിൽക്കില്ല. ഇത് നമ്മുടെ ഓൾ സ്പേസ് അല്ലേ? നല്ല വലുതായി, പൊക്കം വെച്ചു. ഒരു ഇല മതി, ഒറ്റ ഇല മതി. നമ്മുടെ അവിടെ ഉണ്ട് ചെറുതൊരെണ്ണം. ഏതാ വിക്സ് തുളസിയോ? നോക്കാം. വിക്സ് തുളസി മണപ്പിക്കാൻ പോവാം. ഇത് ഞാൻ പണ്ടൊരു സ്ഥലത്ത് പോയപ്പോൾ, ഒരു റിസോർട്ടിൽ പോയപ്പോൾ അവരെനിക്ക് കാണിച്ചു തന്നത്. അതിപ്പോൾ ഇവിടെയുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ്. ഒയ്യോ, കറക്റ്റ് വിക്സിൻ്റെ മണം. പുടു എന്താ കാര്യം? വിക്സ് തുളസി മണത്ത് നോക്കിയേ. വിക്സ്. ആഹാ, മാജിക് ഫ്രൂട്ട് എന്നൊരു ചെടിയാണ്. ഇതിൽ കണ്ടോ, അതെ പഴുത്തതാണോ എടുക്കേണ്ടത്? നല്ല പഴുത്തതല്ലോ, അത് അത്രയും. അതായത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് 2 മണിക്കൂർ 3 മണിക്കൂർ എന്ത് കഴിച്ചാലും മധുരമായി. പാവയ്ക്ക കഴിച്ചാലും നമുക്ക് മധുരമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം പറയണതല്ല, ഉള്ളതാണ്. ഞാൻ ഗ്യാരണ്ടി. അനിച്ചേട്ടൻ ഗ്യാരണ്ടി. പഴുത്ത് വരുന്നേ ഉള്ളേ. എന്തൊരു കഴിച്ചാലും ഇതിനൊരു മധുരമുണ്ട്. ഇനി വെള്ളം കുടിച്ച് നോക്കിയാൽ വെള്ളം കുടിച്ചാൽ മധുരമായിരിക്കും, പാവയ്ക്ക കഴിച്ചാൽ മധുരമായിരിക്കും. അയ്യോ, കാക്ക വെള്ളം കുടിക്കുന്നു. അവൻ ഇത്ര ദരിദ്രമായോ? താല്പര്യമല്ലല്ലോ, വെള്ളം കൊടുക്കില്ലേ? കുളത്തിലൊന്നും പോയി കുടിക്കുന്നില്ലല്ലോ പാവം. അതിന് കാണാം, ഇതിനകത്തൊരു ചെറിയ ആമ ഉണ്ടെന്നാ നീ പറയുന്നത്. നമ്മൾ കണ്ടില്ല ഇതുവരെ. വളർത്തുന്നു. വലിയ ആമ വേണമെങ്കിൽ വീട്ടിലുണ്ടല്ലേ? പുഴുവിനെ പിടിച്ചാൽ കിട്ടില്ല, അവിടെ കറങ്ങി നടക്കുന്നു. എൻ്റെ രണ്ടാമത്തെ മാജിക് ഫ്രൂട്ട്. ബുദ്ധൻ. വീട് മുഴുവൻ ബുദ്ധന്മാരാണ് അവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട്, ബുദ്ധ സ്റ്റാച്യൂസ്. കൊടു കാക്കയെ നോക്കുവനെ. ഓ, കാക്ക ഇപ്പോൾ വെള്ളം കുടിക്കാൻ വരുന്നത് ഇവിടെയാണ്, അച്ഛൻ്റെ ടാങ്കിൽ. മറ്റേ എന്താണ്, താമര പൊയ്കയിൽ. ബോയിച്ചേട്ടൻ്റെ കളക്ഷൻ. പീകോക്ക്. അയ്യോ, നല്ല ഡിഫറെൻറ്റ് കളറിലെ ബൊഗൈൻ. ഇത് ബ്യൂട്ടിഫുൾ കളറല്ലേ, ഓറഞ്ച് എല്ലാം ഉണ്ട്. കുറേ ഫ്ലവറിങ് ട്രീസ് ഇപ്പോൾ, പ്ലാന്റ്സ് ഇവിടെ കഴിഞ്ഞു. അവിടെ ബുദ്ധനിരിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. നടപ്പാത. മാവൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇതെല്ലാം ഇപ്പോൾ നട്ടിരിക്കുന്ന ഈ 2-3 കാക്ക ഇവിടെ സ്ഥിരം വന്നിരിക്കുവാണേ വെള്ളം കുടിക്കാൻ. ഇത് ലൈവ് ഫ്രോഗിനെ പോലെ തോന്നുന്നല്ലേ? ഇറ്റ്സ് നോട്ട് ലൈവ്. ഇതെല്ലാം പലതരം തെറ്റിപ്പൂക്കൾ, പല കളറിലെ ഫ്ലവേഴ്സ്. ഇതാണ് നമ്മുടെ മാജിക് ഫ്രൂട്ടിൻ്റെ പ്ലാന്റ്. ഇത് പുളിമരം ഒക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നു, കുഴപ്പമൊന്നുമില്ല. അവിടെ ഒരു ഡിയർ റെസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ഞാൻ അകത്തോട്ട് വരുന്നു. ഓക്കെ, അവിടെ മീനയും ഫാമിലി എല്ലാവരും വരുന്നുണ്ട്. അവരുടെ കുറച്ച് റിലേറ്റീവ്സും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇവിടുത്തെ സുഖവാസം കഴിക്കുന്ന പോകാനായിട്ട് ഇറങ്ങുന്നു.
ഇത്രയൊക്കെ നടക്കുള്ളൂ. പോകാൻ പുറത്തേക്ക് ഇറങ്ങുന്നു നമ്മൾ കേട്ടോ. അനുക്കുട്ടി മെയിൽ എഴുതിയിട്ട് പെട്ടെന്ന് വരും, ഡ്രസ്സൊക്കെ മാറി. ബാക്കി എല്ലാവരും സെറ്റ്. വിഷ്ണു ഇറങ്ങി കഴിഞ്ഞു. ഇവിടെ കുറച്ച് രാത്രി ആയിക്കഴിഞ്ഞാൽ മുറ്റത്തിരുന്നാൽ, അതായത് സന്ധ്യയോടുകൂടി ഭയങ്കര കൊതുകിൻ്റെ ശല്യമുണ്ട്. അതിന് മുന്നേ സ്ഥലപ്പെടണം, അല്ലെങ്കിൽ പിന്നെ അകത്ത് തന്നെ ഇരിക്കണം. നെറ്റൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഇവിടെ കൊതുക്, ഈ റബ്ബറൊക്കെ ഉള്ളതുകൊണ്ട് പ്രാണിശല്യം, കൊതുകെല്ലാം ഉണ്ട്. ചെറിയ കൊതുക്, ഇതൊക്കെയാണ് അസുഖം വരുന്ന കൊതുക്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അങ്ങനെ നമ്മുടെ ഫാം ഹൗസ് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഒരു ദിവസമേ ഉള്ളൂ, നിങ്ങൾ സ്റ്റേ ബാക്ക് ചെയ്യുന്നില്ല. ഇന്നലെ രാത്രി ഇവിടെ താമസിച്ചല്ലോ. ഓക്കെ, നമ്മൾ പ്ലാൻഡ് അല്ലായിരുന്നു അതുകൊണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു.